Welcome to Forward Steps Vlogs. This is the 7th part of previous questions and answers related to Kerala Service Rules exam conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Wish you all the best. ഡ്യൂട്ടിയായി കണക്കാക്കുന്ന അവധി. ഉത്തരം കാഷ്വൽ അവധി. സൂപ്പർ ആനുവേഷൻ പെൻഷന് വേണ്ട കുറഞ്ഞ സർവീസ് കാലയളവ്. ഉത്തരം 10 വർഷം. ഒരു ഉദ്യോഗസ്ഥന്റെ ബാധ്യതകൾ കണക്കാക്കി റിട്ടയർമെന്റിന് മുമ്പ് അറിയിച്ചിരിക്കണം. ഉത്തരം 3 വർഷത്തിന് മുമ്പ്. TCRG ലഭിക്കാൻ വേണ്ട കുറഞ്ഞ സർവീസ് കാലയളവ്. ഉത്തരം 5 വർഷം. കാത്തലിക് കോൺവെന്റിലെ പരേതയായ കന്യാസ്ത്രീയുടെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാവുന്നത്. ഉത്തരം കോൺവെന്റിലെ മദർ സുപ്പീരിയറിന്. പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുവാനുള്ള അപേക്ഷ എത്ര വർഷങ്ങൾക്ക് മുമ്പ് നൽകിയാൽ മെഡിക്കൽ പരിശോധന ഒഴിവാക്കപ്പെടാം? ഉത്തരം റിട്ടയർമെന്റിന് 1 വർഷം മുൻപ്. പെൻഷൻ കണക്കാക്കുന്നതിനുള്ള ഇമോളുമെന്റ്സിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ചാർജ് അലവൻസ്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഇൻക്രിമെന്റ് 1/7/2013 താഴെ പറയുന്ന അവധികൾക്ക് ഉപയോഗിച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റിനുള്ള ശൂന്യാവധി 5/11/2013 മുതൽ 15/12/2013. ശൂന്യാവധി 2/10/2013 മുതൽ 28/10/2013. അടുത്ത ഇൻക്രിമെന്റ് തീയതി. ഉത്തരം 1/7/2014. യാത്രാ ഭത്തയിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ക്യാമ്പിലെ ചെലവുകൾ. കൃത്യനിർവഹണത്തിനായി ഒരു ഉദ്യോഗസ്ഥൻ യാത്ര ചെയ്യേണ്ടുന്ന അവസരത്തിൽ ദൂരം, മാർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാത്രാ ചെലവ് വഹിക്കുന്നതിന് നൽകുന്ന തുകയാണ്. ഉത്തരം മൈലേജ് അലവൻസ്. നിലവിലെ ഫോറിൻ സർവീസ് അലവൻസ്. ഉത്തരം ഇല്ല. 21,240 രൂപ അടിസ്ഥാന ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്റെ യാത്രാ ഭത്ത കണക്കാക്കുന്നതിന്. ഉത്തരം ഗ്രേഡ് 4. ഒരു പെൻഷനറുടെ പെൻഷൻ ബുക്കിന്റെ പെൻഷനേഴ്സ് ഭാഗം നഷ്ടപ്പെട്ടു. കോപ്പി നൽകുന്നത്. ഉത്തരം ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ. 1/4/1980 ജനനത്തീയതിയുള്ള 31/3/2013 സർവീസിൽ പ്രവേശിച്ച ഉദ്യോഗസ്ഥന്റെ റിട്ടയർമെന്റ് തീയതി. ഉത്തരം 31/3/2036. പെറ്റേണിറ്റി അവധി പുരുഷ ഉദ്യോഗസ്ഥന് പരമാവധി. ഉത്തരം 10 ദിവസം. സാധാരണയായി ദിനഭത്ത തുടർച്ചയായി വാങ്ങാൻ പാടില്ലാത്തത്. ഉത്തരം 10 ദിവസം. ഫോറിൻ സർവീസിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ സർവീസിലേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ സർക്കാർ ശമ്പളം. ഉത്തരം സർവീസിൽ ചേരുന്ന തീയതി മുതൽ. ഡയസ്നോൺ കാലയളവ് കണക്കാക്കാത്തത്. ഉത്തരം ആർജിതാവധി. ഒരു ഡെപ്യൂട്ടി കളക്ടർ ഒരു മാസക്കാലം കളക്ടറുടെ അധിക ചാർജ് വഹിച്ചാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന അധിക വേതനം. ഉത്തരം കളക്ടറുടെ ശമ്പളത്തിന്റെ മിനിമത്തിന്റെ 6%. ചൈൽഡ് അഡോപ്ഷൻ അവധി പരമാവധി. ഉത്തരം 180 ദിവസം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാലയ വർഷം മാർച്ച് 31 നിന്നും നീണ്ടുപോകുമ്പോൾ സൂപ്പർ ആനുവേഷനിൽ അധ്യാപകർ റിട്ടയർ ചെയ്യുന്നത്. ഉത്തരം മാർച്ച് 31. യാത്രാ ഭത്തയിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ക്ഷാമബത്ത. എത്ര വയസ്സിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഗ്രൂപ്പ് ഇൻഷുറൻസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? ഉത്തരം 50 വയസ്സ്.
യാത്രാബത്ത ബില്ലുകൾ ഒപ്പിടുന്നതിന് മുൻപ് കൺട്രോളിംഗ് ഓഫീസർ നടത്തേണ്ട പരിശോധനകൾ ഡാഷ് പ്രകാരം. ഉത്തരം 116 പാർട്ട് 2 പ്രകാരം. ലീവ് നോട്ട് ഡ്യൂ പരമാവധി ഒരു സമയത്ത് ലഭിക്കുന്നത്. ഉത്തരം 90 ദിവസം. പരമാവധി ആർജിതാവധി. ഉത്തരം 300 ദിവസം. ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗസ്ഥർക്ക് ട്രഷറി ഡ്യൂട്ടി അലവൻസ് ലഭിക്കുന്നത് ട്രഷറി എത്ര കിലോമീറ്റർ റേഡിയസിൽ ആകുമ്പോഴാണ്? ഉത്തരം 8 കിലോമീറ്റർ. സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥന് 6 മാസത്തേക്ക് അർഹതപ്പെട്ട സബ്സിസ്റ്റൻസ് അലവൻസ് എന്തിനു തുല്യമാണ്? ഉത്തരം അർദ്ധവേതനാവധിക്ക്. യാത്രാ ഭത്തയ്ക്ക് ഉദ്യോഗസ്ഥരെ തരംതിരിച്ചിരിക്കുന്നത്. ഉത്തരം 4 ഗ്രേഡുകളായി. ട്രാൻസ്ഫർ ഭത്തയ്ക്ക് ഒരു കുടുംബാംഗം എത്ര മാസങ്ങൾക്ക് മുമ്പ് അനുഗമിച്ചാൽ അർഹതപ്പെടുന്നതാണ്? ഉത്തരം 6 മാസങ്ങൾക്ക് മുമ്പ്. ആർജിതാവധി കണക്കാക്കുന്നതിലേക്കായി ഡ്യൂട്ടിയായി കണക്കാക്കുന്നത്. ഉത്തരം ഇവയെല്ലാം. എത്ര വർഷത്തെ യോഗ്യതാ സർവീസുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് റിട്ടയറിംഗ് പെൻഷൻ നൽകുന്നു? ഉത്തരം 20 വർഷം. സ്വയം വിരമിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിന് 3 മാസം മുമ്പ് അപേക്ഷ നിയമനാധികാരിക്ക് എഴുതി സമർപ്പിക്കണം. സ്വയം വിരമിക്കാൻ അപേക്ഷിച്ചാൽ അവധി റദ്ദ് ചെയ്യപ്പെടും. അതിനാൽ ഇതിനകം നൽകിയ അവധി ശമ്പളം DCRGയിൽ നിന്നും പിടിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നിയമ നടപടികൾ നേരിടുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാകുന്നതുവരെ സ്വയം വിരമിക്കാനാകില്ല. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിശ്ചിത കാലം സേവനം പൂർത്തിയാക്കി, നിശ്ചിത വയസ്സും പൂർത്തിയാക്കി യഥാവിധി സേവനത്തിൽ നിന്നും വിരമിക്കുന്നവർക്ക് അനുവദിക്കുന്നതാണ്. ഉത്തരം സൂപ്പർആനുവേഷൻ പെൻഷൻ. സേവനമനുഷ്ഠിച്ചിരുന്ന തസ്തിക നിർത്തലാക്കപ്പെടുന്ന അവസരത്തിൽ പിരിഞ്ഞു പോകേണ്ടി വരുന്നവർക്ക് ചില വ്യവസ്ഥകൾക്ക് വിധേയമായി നൽകുന്ന പെൻഷൻ. ഉത്തരം കോമ്പൻസേഷൻ പെൻഷൻ. 1/4/2013 ശേഷം പുതിയതായി സർക്കാർ സേവനത്തിൽ പ്രവേശിക്കുകയും എന്നാൽ 1/4/2013 മുൻപ് മറ്റൊരു വകുപ്പിൽ സേവനത്തിലായിരുന്നെങ്കിൽ അവർക്ക് NPS അല്ല KSR 3-ാം ഭാഗം പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് ബാധകം. 1/4/2013 മുൻപ് പാർട്ട് ടൈമായി സേവനത്തിൽ പ്രവേശിക്കുകയും 1/4/2013 ശേഷം സ്ഥിര നിയമനം ലഭിക്കുകയും ചെയ്താൽ അവർക്ക് KSR 3-ാം ഭാഗം പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ബാധകമായിരിക്കും. ആന്റിസിപ്പേറ്ററി പെൻഷൻ കൊടുക്കാവുന്നത്. ഉത്തരം റിട്ടയർമെന്റ് മുതൽ 6 മാസത്തേക്ക്. പക്ഷേ ഓഡിറ്റ് ഓഫീസർക്ക് കൂടുതൽ നീട്ടാം. ഒരു ഉദ്യോഗസ്ഥൻ 35 വർഷത്തെ സർവീസോടെ റിട്ടയർ ചെയ്യാൻ അദ്ദേഹത്തിന്. ഉത്തരം പെൻഷൻ 30 വർഷം, ഗ്രാറ്റുവിറ്റിക്ക് 33 വർഷം. സേവനത്തിൽ നിന്നും വിരമിക്കുന്നത് ആ ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള ഓഫീസ് സമയം കഴിയുന്നതിനൊപ്പമായിരിക്കും. ഇൻക്രിമെന്റിന് യോഗ്യമായ കാലം പെൻഷനും യോഗ്യകാലമായിരിക്കും. ഡയസ്നോൺ കാലം പെൻഷനും ഇൻക്രിമെന്റിനും യോഗ്യകാലമാണ്. താഴെ പറയുന്നവ പെൻഷന് പരിഗണിക്കാത്ത കാലമാണ്. അനുബന്ധം 12A-B-C പ്രകാരമുള്ള ശൂന്യവേതനാവധി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുള്ള റൂൾ 88 പ്രകാരമുള്ള ശൂന്യവേതനാവധി, 18 വയസ്സ് തികയുന്നതിനു മുൻപുള്ള സേവനകാലം, ക്രമവൽക്കരിക്കാത്ത സസ്പെൻഷൻ കാലം. പെൻഷനുള്ള കാലം കണക്കാക്കുന്നത്.
9 വർഷവും 1 ദിവസവും ആയാൽ പോലും 10 വർഷമായി കണക്കാക്കും. അതുപോലെ 29 വർഷവും അധികമായി 1 ദിവസവും ഉണ്ടെങ്കിൽ പോലും 30 വർഷമെന്നും കണക്കാക്കാവുന്നതാണ്. 29 വർഷവും അധികമായി 1 ദിവസവും വരുന്നത് 30 വർഷമായി ക്രമപ്പെടുത്തുന്നത് DCRGക്കും ബാധകമാണ്. അതുപോലെ തന്നെ 32 വർഷം കൂടുതലായി 1 ദിവസവും ഉണ്ടെങ്കിൽ പോലും 33 വർഷമെന്ന് ക്രമപ്പെടുത്തി നിശ്ചയിക്കുന്നു. 26 വർഷം 8 മാസം സർവീസുള്ള 31/12/2016 സാധാരണ റിട്ടയർമെന്റ് തീയതിയുള്ള ഒരു മെഡിക്കൽ ഓഫീസർ 31/3/2013 വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങുമ്പോൾ പെൻഷന് കണക്കാക്കാവുന്ന സേവനകാലം. ഉത്തരം 30 വർഷം. സ്വയം വിരമിക്കാൻ അനുമതി ലഭിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സേവനകാലം 20 വർഷം പൂർത്തിയാക്കിയിരിക്കണം. വിരമിക്കാൻ അനുമതി ലഭിച്ചയാളുടെ സ്വയം വിരമിക്കുന്ന തീയതി വരെയുള്ള പെൻഷന് യോഗ്യമായ കാലം തിട്ടപ്പെടുത്തിയതിനു ശേഷം സ്വയം വിരമിക്കുന്നതിനടുത്ത ദിവസം മുതൽ അദ്ദേഹം സൂപ്പർ ആനുവേഷനിൽ വിരമിക്കുമായിരുന്ന ദിവസം വരെയുള്ള കാലം അല്ലെങ്കിൽ 5 വർഷം ഇതിലേതാണ് കുറവ് അത് കൂട്ടിച്ചേർക്കണം. ഇങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ പരമാവധി യോഗ്യകാലം 33 വർഷത്തിൽ അധികമാവാൻ പാടില്ല. സൂപ്പർ ആനുവേഷന് യോഗ്യമായ സേവനകാലം ഏറ്റവും കുറഞ്ഞത് 10 വർഷവും ഏറ്റവും കൂടിയത് 30 വർഷവുമാണ്. DCRGക്കുള്ള സേവനകാലം ഏറ്റവും ചുരുങ്ങിയത് 5 വർഷവും ഏറ്റവും കൂടിയത് 33 വർഷവുമാണ്. ശാരീരിക വെല്ലുവിളി നേരിടുന്ന ജീവനക്കാർക്ക് പെൻഷനുള്ള കുറഞ്ഞ യോഗ്യകാലം 3 വർഷമാണ്. 2 വർഷവും അധികമായി 1 ദിവസവും ഉണ്ടെങ്കിൽ അതും 3 വർഷമായി ക്രമപ്പെടുത്തി മിനിമം പെൻഷൻ അനുവദിക്കും. ഒരു ജീവനക്കാരന് 22 വർഷം 2 മാസം 3 ദിവസം യോഗ്യ സേവനകാലം ഉണ്ടെങ്കിൽ അയാളുടെ പെൻഷന് യോഗ്യകാലം എത്ര വർഷമായിരിക്കും? ഉത്തരം 21 വർഷം. DCRG കണക്കാക്കുന്നതിന് വിരമിക്കുന്ന ദിവസത്തിന് ബാധകമായ പ്രതിമാസ അടിസ്ഥാന ശമ്പളവും അതിനർഹമായ ക്ഷാമാശ്വാസവും ചേർന്ന തുകയുടെ എത്രയാണ് ഓരോ സേവന വർഷത്തിനും നൽകുന്നത്? ഉത്തരം പകുതി. 23 വർഷം 5 മാസം സർവീസുള്ള ഒരു ഉദ്യോഗസ്ഥൻ 1/4/2013 മരണപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ഗ്രാറ്റുവിറ്റിയുടെ യോഗ്യത കണക്കാക്കുമ്പോൾ ഉത്തരം ശമ്പളത്തിൻ്റെ 12 ഇരട്ടി. സേവനകാലം 1 വർഷത്തിൽ താഴെയെങ്കിൽ അവസാന ശമ്പളത്തിൻ്റെ ഇരട്ടി തുക DCRG ആയി ആശ്രിതർക്ക് ലഭിക്കുന്നതാണ്. 1 വർഷത്തിനു മേൽ എന്നാൽ 5 വർഷത്തിൽ താഴെ സേവനകാലമെങ്കിൽ ആശ്രിതർക്ക് അവസാന ശമ്പളത്തിൻ്റെ 6 ഇരട്ടി തുക DCRG ആയി നൽകും. സേവനത്തിലിരിക്കെ മരിക്കുന്ന ജീവനക്കാരൻ്റെ അവകാശിക്ക് ജീവനക്കാരൻ ചുരുങ്ങിയത് 5 വർഷത്തിനും 24 വർഷത്തിനുമിടയിൽ സേവനകാലം ഉണ്ടായിരുന്നുവെങ്കിൽ അവസാന ശമ്പളത്തിൻ്റെ 12 ഇരട്ടി തുക DCRG ആയി നൽകും. വകുപ്പ് തല അന്വേഷണത്താലോ കോടതികളിലുള്ള കേസുകളുടെ കാരണത്താലോ പെൻഷൻ അനുവദിക്കാൻ താമസമോ തടസ്സമോ നേരിട്ടാൽ ആ ജീവനക്കാരന് അനുവദിക്കുന്ന പെൻഷൻ. ഉത്തരം പ്രൊവിഷണൽ പെൻഷൻ. താഴെ പറയുന്നവയിൽ യാത്രാഭത്തയായി കണക്കാക്കാത്തത്? ഉത്തരം കോമ്പൻസേറ്ററി അലവൻസ്. ഒരു കലണ്ടർ വർഷം ഒരു ഉദ്യോഗസ്ഥന് നൽകാവുന്ന കോമ്പൻസേഷൻ അവധി. ഉത്തരം 15 ദിവസം. ഫോറിൻ സർവീസിലേക്കുള്ള സ്ഥലം മാറ്റം ഏത് അധികാരിയുടെ ഉത്തരവിൻ പ്രകാരം? ഉത്തരം സർക്കാരിൻ്റെ. ഒരു ഉദ്യോഗസ്ഥൻ പരമാവധി എത്ര വർഷം ഫോറിൻ സർവീസിൽ തുടരുന്നു? ഉത്തരം 5 വർഷം. സർക്കാർ അനുമതിയോടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകളുടെയോ സഞ്ചിത നിധിയിൽ നിന്നല്ലാതെ വേതനം പറ്റിക്കൊണ്ട് ഒരു ജീവനക്കാരൻ സർക്കാരിന് കീഴിലുള്ള മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിന് ഫോറിൻ സർവീസ് എന്ന് പറയുന്നു. 1 വർഷക്കാലത്തേക്കാണ് ഫോറിൻ സർവീസിൽ നിയമിക്കുക. ഇത് ഓരോ വർഷവും നീട്ടി നൽകാവുന്നതാണ്.
തുടർച്ചയായി 5 വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് ഡെപ്യൂട്ടേഷൻ അനുവദിക്കില്ല. ഇൻക്രിമെന്റ് അനുവദിക്കുന്നത് മാതൃസ്ഥാപനമാണ്. മാതൃസ്ഥാപനത്തിലായിരുന്നാൽ കിട്ടുമായിരുന്ന സ്ഥാനക്കയറ്റം ഡെപ്യൂട്ടേഷനിലായിരുന്നാലും ലഭിക്കുന്നതാണ്. ഡെപ്യൂട്ടേഷനിലിരിക്കുന്ന കാലത്തേക്കുള്ള പെൻഷൻ വിഹിതം മാതൃസ്ഥാപനത്തിലേക്ക് അന്യസേവനദാതാവ് അടയ്ക്കണം. ശമ്പള സ്കെയിലിൻ്റെ 15% പ്രതിമാസ പെൻഷൻ വിഹിതം. ഓരോ കലണ്ടർ വർഷത്തിൻ്റെ അവസാനമാണ് പെൻഷൻ വിഹിതം അടയ്ക്കേണ്ടത്. NPS-ൽ അംഗമായ ജീവനക്കാരുടെ കേസിൽ പെൻഷൻ വിഹിതം അടയ്ക്കേണ്ടതില്ല. തിരികെ പ്രവേശിക്കുന്ന വിവരം 2 മാസം മുൻപ് മാതൃസ്ഥാപനത്തെ അറിയിച്ചിരിക്കണം. പ്രതിമാസം 10 ദിവസത്തെ സ്ഥിരയാത്രയ്ക്കുള്ള ഉദ്യോഗസ്ഥൻ്റെ PTA 450 രൂപ. ഒരു പ്രത്യേക മാസം 8 ദിവസത്തെ യാത്രയ്ക്ക് അനുവദനീയമായ PTA. ഉത്തരം 360 രൂപ. ഒരു വനിതാ ജീവനക്കാരിയുടെ പ്രസവ തീയതി 16/3/2017. ഈ ജീവനക്കാരി സർവീസിൽ പ്രവേശിച്ച തീയതി 28/4/2017. പ്രസവാവധിയുടെ അർഹത എന്നു മുതലാണ്? ഉത്തരം 29/4/2017 മുതൽ. പ്രസവാവധി എത്ര ദിവസമാണ്? ഉത്തരം 180 ദിവസം. ജനനവർഷം മാത്രം അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥന് പെൻഷനു വേണ്ടി ജനനത്തീയതി. ഉത്തരം ജൂലൈ 1. സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥന് വീട്ടുവാടക ഭത്ത നൽകാവുന്നത്. ഉത്തരം 6 മാസം വരെ. ഒരു HSAയ്ക്ക് നിയമന വർഷം 30 ദിവസം വെക്കേഷൻ അനുഭവിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ആർജിതാവധി. ഉത്തരം ഇല്ല. മിനിമത്തിൽ ശമ്പളം വാങ്ങുന്ന PSCയിലെ അസിസ്റ്റന്റിനെ അതേ ശമ്പള നിരക്കുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി മാറ്റിയാൽ ശമ്പളം നിശ്ചയിക്കുന്നത്. ഉത്തരം സ്കെയിലിൻ്റെ മിനിമം. 2 ശമ്പള സ്കെയിലുകൾ സമാനത ആകണമെങ്കിൽ. ഉത്തരം മിനിമം, പരമാവധി, ഇൻക്രിമെന്റ് റേറ്റ് ഇവ 3ഉം തുല്യമാകണം. ഗർഭം അലസിയാൽ പരമാവധി നൽകാവുന്ന അവധി. ഉത്തരം 6 ആഴ്ച. സർവീസിൻ്റെ ആദ്യ വർഷത്തിൽ 22 ദിവസത്തെ ഡ്യൂട്ടിക്ക് 1 എന്ന നിരക്കിലാണ് ആർജിതാവധി ലഭിക്കുന്നത്. 3 വർഷം പൂർത്തിയാക്കുന്ന പക്ഷം 22-ൽ 1 എന്നത് 11-ൽ 1 എന്ന രീതിയിൽ പുനഃസ്ഥാപിക്കുന്നതാണ്. ആർജിതാവധി തുടർച്ചയായി 180 ദിവസത്തിൽ കൂടുതൽ എടുക്കുവാൻ പാടില്ല. എന്നാൽ വിരമിക്കുന്നതിന് മുന്നോടിയായി 300 ദിവസം വരെ അനുവദിക്കാവുന്നതാണ്. ഒരു ഉദ്യോഗസ്ഥൻ്റെ അക്കൗണ്ടിൽ ഒരു സമയത്ത് പരമാവധി 300-ൽ കൂടുതൽ ആർജിതാവധി പാടില്ല. വർഷത്തിലൊരിക്കൽ പരമാവധി 30 ദിവസം വരെയുള്ള ആർജിതാവധി വിറ്റ് ശമ്പളം ആക്കാവുന്നതാണ്. ഈ ശമ്പളത്തിൽ HRA ഉൾപ്പെടുന്നതാണ്. പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള യാത്രയ്ക്കുള്ള യാത്രാപ്പടി. ഉത്തരം യാത്രാപ്പടി അനുവദിക്കുന്നതല്ല. സ്ഥലം മാറ്റത്തിൻ്റെ യാത്രാഭത്തയിൽ കുടുംബം എന്നാൽ ഡാഷ് ഉൾപ്പെടുന്നില്ല. ഉത്തരം പിതാവ്. കോമ്പൻസേഷൻ പെൻഷൻ നിശ്ചയിക്കുന്നതിലേക്ക് ശമ്പളം നിശ്ചയിക്കുന്നത്. ഉത്തരം റൂൾ 33 പാർട്ട് 3. സൂപ്പർ ആനുവേഷൻ തീയതിയിൽ നിന്നും പുറകോട്ടുള്ള 10 മാസക്കാലത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ ആകെ തുക കണ്ടെത്തി അതിനെ ഡാഷ് കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണ് ശരാശരി വേതനം. ഉത്തരം 10 മാസം. സ്ഥലം മാറ്റം ചെയ്യപ്പെട്ട ഗ്രേഡ് 2B ഉദ്യോഗസ്ഥൻ കൊണ്ടുപോകാവുന്ന വാഹനങ്ങൾ. ഉത്തരം മോട്ടോർ സൈക്കിൾ. യാത്രാഭത്ത യാത്രയുടെ എത്ര മാസങ്ങൾക്കുള്ളിൽ വാങ്ങിയിരിക്കണം? ഉത്തരം 1 വർഷത്തിനുള്ളിൽ. സബ്സിസ്റ്റൻസ് ഭത്തയിൽ പെടാത്തത്. ഉത്തരം സ്പെഷ്യൽ ലീവ് അലവൻസ്. ഒരു ഗ്രേഡ് 2A ഉദ്യോഗസ്ഥൻ അർഹതപ്പെട്ട റെയിൽ യാത്രാ സൗകര്യം. ഉത്തരം ഫസ്റ്റ് ക്ലാസ്.
ഒരു ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് 31/12/2014 വരെ പ്രസവാവധിയിലായിരുന്നു. പ്രസവാവധിക്ക് തുടർച്ചയായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ 1/1/2015 മുതൽ 1/3/2015 വരെ അവർ അവധിക്ക് അപേക്ഷ നൽകി. അവർ അപേക്ഷിച്ച ഈ അവധിക്ക് അപേക്ഷയുടെ അർഹത എന്ത്? ഉത്തരം അർഹതയുണ്ട്. ജനറൽ റവന്യൂവിൽ നിന്നൊഴികെ ലഭിക്കുന്ന വരവ് ഏതിൽ പെടുന്നു? ഉത്തരം ഫീസ്. ഒരു ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ ഇൻക്രിമെൻറ്റ് തീയതി 1/7/2014 ആയിരുന്നു. അദ്ദേഹം താഴെ പറയുന്ന അവധിയെടുത്തു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ശൂന്യവേതനാവധി 25/6/2014 മുതൽ 20/7/2014 വരെ. അദ്ദേഹത്തിൻ്റെ അടുത്ത ഇൻക്രിമെൻറ്റ് നൽകാവുന്നത്? ഉത്തരം 1/7/2014. ഒരു സമയത്ത് അനുവദിക്കാവുന്ന പരമാവധി ശൂന്യവേതനാവധി? ഉത്തരം 5 വർഷം. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റുകളുടെ പരമാവധി എണ്ണം? ഉത്തരം 5 എണ്ണം. ഇവയിൽ ഏതാണ് വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്? ഉത്തരം വിദ്യാഭ്യാസം. പ്രമോഷനോടുകൂടി സ്ഥലം മാറ്റത്തിൽ ജോയിനിങ് ടൈം ശമ്പളം വാങ്ങാവുന്നത്? ഉത്തരം പഴയ ലാവണത്തിലെ ശമ്പളം. യാത്രാഭത്തയുടെ കുടിശ്ശിക ക്ലെയിം ചെയ്യാവുന്നത്? ഉത്തരം ഇൻക്രിമെൻറ്റ് താമസിച്ച് അനുവദിക്കുക. അഖിലേന്ത്യാ കേഡറിലെ ഉദ്യോഗസ്ഥരുടെ റിട്ടയർമെൻറ്റ് പ്രായം? ഉത്തരം 60 വയസ്സ്. സാധാരണ അവധിയോട് ചേർത്ത് അനുഭവിക്കാൻ കഴിയാത്തത്? ഉത്തരം കോമ്പൻസേഷൻ അവധി. ഹോസ്പിറ്റൽ അവധി ഏത് അക്കൗണ്ടിൽ പെടുന്നു? ഉത്തരം ഇതൊന്നുമല്ല. തൃശൂർ കളക്ട്രേറ്റിലെ ഒരു സീനിയർ സൂപ്രണ്ടിനെ 30/9/2015 ജൂനിയർ സൂപ്രണ്ടായി തരം താഴ്ത്തി. ജൂനിയർ സൂപ്രണ്ടായി കൊല്ലത്ത് നിയമിതനായി പരമാവധി അർഹതപ്പെട്ട ജോയിനിങ് ടൈം എടുത്ത് അദ്ദേഹം 12/10/2015 കൊല്ലത്ത് പ്രവേശിച്ചു. 1/10/2015 മുതൽ 11/10/2015 വരെ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ അർഹത നിർണ്ണയിക്കുക. ഉത്തരം 30/9/2015 വാങ്ങിയിരുന്നത്. 15/12/1999 സർവീസിൽ പ്രവേശിച്ച ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് മറ്റവധികൾ ഒന്നുമില്ലാതിരുന്നതിനാൽ 1/6/2024 മുതൽ 20 ദിവസത്തേക്ക് ലീവ് നോട്ട് ഡ്യൂ അപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ അവധിയുടെ യോഗ്യത കണക്കാക്കുക. ഉത്തരം അർഹതയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ 19/8/2014 മുതൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. അദ്ദേഹത്തിൻ്റെ കാസർഗോഡ് ഓഫീസും റെയിൽവേ സ്റ്റേഷനും തമ്മിൽ 5 കിലോമീറ്റർ ദൂരവും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ മുതൽ വീട് വരെ 7 കിലോമീറ്റർ ദൂരവുമുണ്ട്. 23/8/2014 ഞായറും 1/9/2014 4/9/2014 അവധി ദിവസങ്ങളുമായിരുന്നു. പരമാവധി അർഹതപ്പെട്ട ജോയിനിങ് ടൈം എടുത്താൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ജോലിയിൽ പ്രവേശിക്കേണ്ടത്? ഉത്തരം 28/8/2014 FN. വിഴിഞ്ഞം സബ് ട്രഷറി ഓഫീസറെ സ്ഥലം മാറ്റത്തെ തുടർന്ന് മലപ്പുറം ജില്ലാ ട്രഷറിയിലോട്ട് 6/10/2015 ചൊവ്വാഴ്ച വിടുതൽ ചെയ്തു. വിഴിഞ്ഞം തിരുവനന്തപുരം റോഡ് ദൂരം 15 കിലോമീറ്റർ. തിരുവനന്തപുരം തിരൂർ റെയിൽവേ ദൂരം 373 കിലോമീറ്റർ. തിരൂർ മലപ്പുറം റോഡ് 30 കിലോമീറ്റർ. അർഹതപ്പെട്ട പരമാവധി ജോയിനിങ് സമയമെടുത്താൽ അദ്ദേഹം മലപ്പുറം ഓഫീസിൽ ജോലിയിൽ പ്രവേശിക്കേണ്ടത് എപ്പോൾ? ഉത്തരം 17/10/2015. 1/1/2007 സർവീസിൽ പ്രവേശിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 1/8/2008 15 ദിവസത്തെ ആർജിതാവധിയും 16/8/2008 മുതൽ 16 ദിവസത്തെ അർദ്ധവേതനാവധിയും എടുത്തു. 1/1/2015
അദ്ദേഹത്തിൻ്റെ കണക്കിലെ അർദ്ധവേതനാവധി? ഉത്തരം 144 ദിവസം. 20 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസിലിരിക്കെ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അർഹതപ്പെട്ട ഗ്രാറ്റുവിറ്റി? ഉത്തരം അവസാന ശമ്പളത്തിൻ്റെ 12 ഇരട്ടി. സസ്പെൻഷൻ കാലം അവധിയാക്കാൻ തീരുമാനിച്ചാൽ അധികാരിയുടെ ഉത്തരവിൻ പ്രകാരം അവധി അനുവദിക്കുന്നതാണ്. സ്ഥിര ജീവനക്കാർക്ക് ഡാഷ് വർഷത്തിലധികം വരുന്നതും താൽക്കാലിക ജീവനക്കാർക്ക് ഡാഷ് മാസത്തിലധികമുള്ളതുമായ അവധികൾ അനുവദിക്കുന്നതാണ്. ഉത്തരം സ്ഥിര ജീവനക്കാർക്ക് 5 വർഷവും താൽക്കാലിക ജീവനക്കാർക്ക് 3 മാസവും. തൃശൂർ ആസ്ഥാനമായുള്ള ഒരു ജീവനക്കാരനെ 60 ദിവസത്തേക്ക് തിരുവനന്തപുരത്ത് പരിശീലനത്തിന് അയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെയിലി അലവൻസ്? ഉത്തരം 30 ദിവസം പൂർണ്ണ നിരക്കും ബാക്കി 4/3 നിരക്കും. 31 വർഷം 4 മാസം 0 ദിവസം സർവീസും 7400 രൂപ അടിസ്ഥാന ശമ്പളവുമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ DCRG കണക്കാക്കുമ്പോൾ? ഉത്തരം 1,82,373 രൂപ. 5 വർഷം വെയിറ്റേജ് ഉൾപ്പെടെ 33 വർഷത്തെ സർവീസ്. ഇൻവാലിഡ് പെൻഷന് കണക്കാക്കുമ്പോൾ അർഹതപ്പെട്ട സർവീസ്? ഉത്തരം 30 വർഷം. ഒരു സീനിയർ സൂപ്രണ്ടിൻ്റെ ദൈനംദിന ഡ്യൂട്ടി കൂടുതലായി ചെയ്ത ഒരു ജൂനിയർ സൂപ്രണ്ടിന് അർഹതപ്പെട്ട സർവീസ്? ഉത്തരം അർഹതയില്ല. സാധാരണ അർഹതപ്പെട്ട ജോയിനിങ് സമയത്തിനോടൊപ്പം അവധി ദിവസങ്ങൾ വന്നാൽ ജോയിനിങ് സമയം? ഉത്തരം അവധി ദിവസങ്ങൾ കഴിയുന്നവരെ നീട്ടുന്നു. 25 വർഷം 7 മാസം ആകെ സർവീസുള്ള ഒരു ജീവനക്കാരൻ്റെ പെൻഷൻ കണക്കാക്കുന്ന സർവീസ്? ഉത്തരം 26 വർഷം. 10/5/2014 മുതൽ സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥനെ 1/1/2015 ഉത്തരവനുസരിച്ച് സസ്പെൻഷൻ തുടങ്ങിയ ദിനം തുടങ്ങി മുൻകാല പ്രാബല്യത്തോടെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. അദ്ദേഹത്തിന് നൽകിയ സസ്പെൻഷൻ കാലത്തെ ബത്ത? ഉത്തരം ഒന്നും തിരികെ പിടിക്കേണ്ട. 20 വർഷത്തെ സർവീസുള്ള ഉദ്യോഗസ്ഥൻ സ്വയം വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് നൽകുന്ന പെൻഷൻ? ഉത്തരം റിട്ടയറിംഗ് പെൻഷൻ. ഡാഷ് വർഷങ്ങളായി വാങ്ങാത്ത പെൻഷൻ വിതരണം നിർത്തിവയ്ക്കപ്പെടുന്നു? ഉത്തരം 3 വർഷങ്ങളായി. ഔദ്യോഗിക യാത്രയിൽ സർക്കാർ ചെലവിൽ സൗജന്യ താമസം നൽകുമ്പോൾ അദ്ദേഹത്തിന് അർഹതപ്പെട്ട ദിനബത്ത? ഉത്തരം 3/2. സസ്പെൻഷനിലുള്ള ഒരു സർക്കാർ ജീവനക്കാരന് നൽകുന്ന ബത്ത? ഉത്തരം സബ്സിസ്റ്റൻസ് അലവൻസ്. നെക്സ്റ്റ് ബിലോ റൂൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പരിരക്ഷിക്കുന്ന വ്യവസ്ഥയാക്കുന്നത്? ഉത്തരം സാധാരണ നിരയിൽ മാറി ജോലി ചെയ്യുന്നവർ. സസ്പെൻഷൻ കാലത്ത് ലഭിക്കുന്ന ജീവനബത്ത എന്നത് അർദ്ധവേതനാവധിയായിരുന്നെങ്കിൽ ലഭിക്കുന്ന അവധി വേതനത്തിന് തുല്യമാണ്. സസ്പെൻഷൻ കാലയളവിൽ ഇൻക്രിമെന്റ് ലഭിക്കുന്നതല്ല. 1 വർഷം സേവനം ബാക്കി നിൽക്കെ 31/8/2021 സ്വയം വിരമിക്കുന്നയാളുടെ ഉയർന്ന നിരക്കിലുള്ള കുടുംബ പെൻഷൻ കാലയളവ് ഡാഷ് മുതൽ ഡാഷ് വരെ ആയിരിക്കും? ഉത്തരം 1/9/2021 മുതൽ 31/8/2028 വരെ ആയിരിക്കും. സ്വയം വിരമിക്കുന്നവർ സൂപ്പറാനുവേഷൻ തീയതിക്ക് മുൻപായിട്ടായിരിക്കും വിരമിക്കുന്നത്. അതിനാൽ അവരുടെ ഉയർന്ന നിരക്കിലുള്ള കുടുംബ പെൻഷൻ കാലയളവ് സ്വയം വിരമിക്കൽ തീയതിയിൽ നിന്നും 7 വർഷം തികയുന്ന ദിവസം വരെ ആയിരിക്കും. ഉയർന്ന നിരക്കിലുള്ള കുടുംബ പെൻഷൻ നൽകാവുന്ന പരമാവധി സമയം? ഉത്തരം 7 വർഷം. ഒരു പെൻഷനർ 30/3/2014 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഫാമിലി പെൻഷൻ ലഭിച്ചു തുടങ്ങുന്ന തീയതി? ഉത്തരം 1/4/2014. താഴെ പറയുന്നവയിൽ പ്രാദേശിക ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്?
ഉത്തരം ഗ്രാമപഞ്ചായത്ത്. പ്രത്യേക അവധിയിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ശൂന്യവേതനാവധി. 25,100 താഴെ അടിസ്ഥാന ശമ്പളം വാങ്ങുന്നവരെ ഏത് ഗ്രേഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഗ്രേഡ് 4. ആസ്ഥാനത്തിന് പുറത്ത് 6 മണിക്കൂർ വരെയുള്ള ഹാൾട്ടിന് അനുവദിക്കുന്ന ദിനബത്ത. ഉത്തരം ദിനബത്ത ഇല്ല. തുടർച്ചയായി ദിനബത്ത ലഭിക്കുന്നതിനുള്ള പരമാവധി കാലയളവ്. ഉത്തരം 3 മാസം. സർക്കാർ സർവീസിൽ സ്ഥിര നിയമനത്തിലിരിക്കുന്ന ഒരു ജീവനക്കാരന് PSCയുടെ നിയമന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മറ്റു തസ്തികയിൽ നിയമിക്കപ്പെട്ടതിനാൽ യാത്രാ അലവൻസ് നൽകി. ഉത്തരം പ്രസ്താവന ശരിയാണ്. നല്ല പെരുമാറ്റം പെൻഷന് ആവശ്യമായ ഘടകമാണ്. ഗുരുതരമായ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ പെൻഷൻ തൽക്കാലത്തേക്കോ അനിശ്ചിതകാലത്തേക്കോ തടഞ്ഞു വയ്ക്കാൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും. ഇപ്രകാരം തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി നടപടിക്രമങ്ങൾ പാലിച്ച് നോട്ടീസ് നൽകണം. അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കണം അവസാന തീരുമാനമെടുക്കേണ്ടത്.